വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ്. ഒരു തഞ്ചാവൂർ വന്നേക്കാണ്. ഒരു വൺ ഡേ ട്രിപ്പായിട്ട് നമ്മൾ തഞ്ചാവൂരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിക്കൊണ്ട് നമ്മുടെ തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളിലെ കുറച്ച് വെറൈറ്റി കാര്യങ്ങൾ അറിയാനും ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പും അങ്ങനെ എല്ലാത്തിനും വേണ്ടി നമ്മുടെ ഒറ്റപ്പാലത്ത് ട്രെയിനിൽ കയറി ഇപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം 9:15 നമ്മുടെ തഞ്ചാവൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. എത്തിയതിന് ശേഷം വാക്കുകൾ കാണിച്ചു തരാം. ഓക്കെ, ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. സമയം ഏകദേശം 7 മണിയായിരിക്കണു. നമ്മളിപ്പോൾ നേരെ തഞ്ചാവൂരിലേക്ക് പോകുന്ന കാരക്കൽ എക്സ്പ്രസ്സിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഇന്നലെ യാത്ര ഏകദേശം 1 മണിയാകുമ്പോൾ 1 മണി നിമിഷം 1:30 ആകുമ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിന്ന് കയറിയതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ പേരറിയാത്ത ഏതൊക്കെയോ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. പണി നടക്കുന്ന സ്റ്റേഷനുണ്ട്. അപ്പുറത്ത് കുറേ ഗുഡ്സിൻ്റെ വണ്ടികളുണ്ട്. അപ്പോൾ സമയം നിലവിലിപ്പോൾ 7:30 മണി. ഇനി ഏകദേശം ഒരു 7 to 8, 8 to 9, 2 മണിക്കൂറും കൂടി ഉണ്ട് ട്രാവൽ ചെയ്യാൻ. അല്ല, 9 മണി മീൻസ് 9:15, 9:30 ആകും എത്തുമ്പോൾ കേട്ടോ. ആ സമയത്ത് നമുക്ക് തഞ്ചാവൂരിലെത്താൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് ഈ കാഴ്ചകൾ കണ്ടുപോകാം. അതുപോലെ ഇതൊരു എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ്. നമ്മൾ ഏകദേശം ഒരു 500 രൂപയുടെ ട്രിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ട് അതുപോലെ തന്നെ പോകുന്നത്. പക്ഷേ അതുപോലെ ആവോ എന്നൊന്നും അറിയില്ല. ഇതിൻ്റെ ഒരു ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ഞാനിടും. അപ്പോൾ ഈ സൈഡിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. ഞാനും ഭാവി അടുത്തുണ്ട്, ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പുറം നമ്മുടെ ചങ്ങായിമാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നോക്കിയാൽ ഫുൾ ഗ്രീനറീസ് കേട്ടോ. പല തരത്തിലുള്ള കാഴ്ചകളും. പാടങ്ങൾക്ക് നടുവിൽ തെങ്ങുകളും ഒരുപാട് നമ്മുടെ പാലക്കാട് രീതികൾ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇല്ലാന്നൊരിക്കലും വരും. തഞ്ചാവൂർ എന്ന് പറയുന്നത് ഒരു ഗ്രീനറി തന്നെയാണ്, ഒരു ഗ്രീൻ ലാൻഡ് തന്നെയാണ്. ഗ്രീൻ ലാൻഡ് എന്നൊരു ഇന്ത്യയിലെ തന്നെ ഒരു ഗ്രീൻ ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാരക്കൽ എക്സ്പ്രസ് അഥവാ നമ്മുടെ എറണാകുളത്ത് നിന്നും തഞ്ചാവൂരിലേക്ക് പോകുന്ന വണ്ടി അവിടെ ഏകദേശം ഒരു 10 മണിക്കാണ് അവിടെ നിന്ന് എടുക്കുക. നമുക്ക് ഒറ്റപ്പാലത്തിന് ഏകദേശം 1 മണിയാകുമ്പോൾ എത്തും. അങ്ങനെ അവിടെ നമ്മൾ കയറി ഇപ്പോൾ നിരയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചായയൊക്കെ വരുന്നുണ്ട്. ചായനെ കാണുന്നില്ല. എന്തായാലും ഒരു ചായ കുടിക്കണം. അതേ ഗൈസ്, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ചായ വന്നു. ലൈറ്റാണ്, പാലിൽ അളവ് കുറവും വെള്ളം കൂടുതലുമാണ്. ബട്ട് കുടിച്ചാലേ പറ്റൂ. രാവിലെ ആകുമ്പോൾ നമുക്കൊരു ചായ കുടിക്കണം, അതൊരു പതിവാണല്ലോ. ഞാനും അവയും കുടിച്ചു. മറ്റുള്ളവർ ഇപ്പോഴും ഉറക്കത്തില്ലാണ്, അവർ എണീറ്റിട്ടില്ല. എണീക്കുമ്പോൾ നമുക്ക് വേറെ കാണിക്കാം ഗൈസ്. അപ്പോൾ പകരനും പൊന്നപ്പനും എല്ലാവരും എണീറ്റ് സൈഡിലുണ്ട്. ഇതേ മത്തിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതുപോലെ നമ്മളില്ലേ, നമ്മുടെ കൂട്ടുകാരന്മാരുടെ പേരൊന്നും പറയുന്നില്ല. പേര് പറയുന്നില്ല, യൂസർ നെയിം അഥവാ നമ്മുടെ നിക്ക് നെയിം പറയാം. അതാണ് നമ്മളൊരു രസമുള്ളൂ. നമ്മൾ എടുത്ത് പേര് പറയുമ്പോൾ അതിനൊരു ഭംഗി കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തിരുച്ചിറപ്പള്ളി സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ എന്താ നോക്കുക, ഇപ്പോൾ കാര്യമായിട്ടൊന്നുള്ളത് നമുക്ക് അറിയില്ല ഇതുവരെ. നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തഞ്ചാവൂരാണ്. ബട്ട് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത് തിരുച്ചിറപ്പള്ളിയിൽ മെല്ലെ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കൊന്നും കാണുന്നില്ല. എന്നത്തെയും പോലെ എല്ലാ സ്റ്റേഷനുകളും പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നോർമലായിട്ടുള്ള ഒരു ഇന്ത്യയിലെ എല്ലാ ഒരു ഇതം പോലെ എങ്ങനെയാണോ അതുപോലെ തന്നെ സ്റ്റേഷൻ വ്യത്യാസങ്ങളില്ല. അതേപോലെ ഇതിന് ശേഷം ഇനി ഏകദേശം 30 to 35 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ തഞ്ചാവൂർ റീച്ച് ആവും. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാനും ഫ്രഷ് ആവാനും. ഇതൊരു വൺ ഡേ ട്രിപ്പ് കൂടെയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുമ്പോൾ എത്രയാവും എന്നുള്ളതിനെ പറ്റിയും എത്രത്തോളം രൂപയാവും, എങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാം, എങ്ങനെയൊക്കെ പോകാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. എങ്കിൽ ഇതിൽ ലൈറ്റായിട്ട് ഞാൻ എല്ലാത്തിനെ പറ്റിയും വിഷ്വൽ ചെയ്ത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അമ്മമാർ എണിച്ചോ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. കുറേ നേരം എല്ലാവരും ഉറങ്ങണം. ഞാനും ഭാവി കൂടെ ഇടയ്ക്ക് എണിച്ചു, ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇപ്പം എന്താ ചെയ്യണം നോക്കട്ടെ. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം അതുപോലെ ഇടയിൽ കൂടെ ഇതേപോലെ കുറേ നോർത്ത് ഇന്ത്യൻസ് ഇതുപോലെ ചെയിനുകൾ അങ്ങനത്തെ കുറച്ച് അവർ ഹാൻഡ് മെയ്ഡ് ചെയ്ത സാധനങ്ങൾ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആഗ്രഹം അങ്ങോട്ട് നോക്കി ഇതേ ഒരു ചെക്കൻ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. കഴുത്തൊക്കെ ഇറക്കി വെച്ചിട്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ സ്ലീപ്പർ വരികയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. ജനറലി വരുന്നത് മാക്സിമം ഒഴിവാക്കുക എന്ന് എനിക്ക് തോന്നുന്നു. സ്ലീപ്പറായതുകൊണ്ട് നമുക്ക് സുഖമായി കിടന്ന് കാഴ്ചകളൊക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ പകർത്തി ഫുഡ് വരെ നമുക്ക് സമാധാനത്തിൽ കഴിക്കാം. ഓക്കെ, ഇതിനിടയിൽ വേറെ തമാശ ഇത് കണ്ടോ, ഈ ഒരു ബാഗ് കണ്ടോ, അത് ചെയിനൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ. എന്താ ഒരു സേഫ്റ്റി പേർപ്പസ്. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വഴിയോര കാഴ്ചകൾ ഇനിയും കാണാം. തഞ്ചാവൂർ ഏകദേശം എത്താനായിരിക്കണു. എത്തിയ ഉടൻ നമ്മൾ അവിടെ ഇറങ്ങി ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ എത്തിച്ചേരേണ്ട തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് നമ്മൾ ഏകദേശം റീച്ചായി എന്നല്ല എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തഞ്ചാവൂർ ജംഗ്ഷൻ. ഇവിടെ ഇറങ്ങിയിട്ട് വേണം ഇനി ഫ്രഷ് ആവുന്നതും മറ്റു പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവുന്നത്. ദിസ് ഈസ് തഞ്ചാവൂർ ജംഗ്ഷൻ. ഈ ഇത്രയും നേരം വരുന്ന വഴിയിൽ ഒരുപാട് ഗ്രീനറീസ് ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലേ. തഞ്ചാവൂരിൻ്റെ മെയിൻ എന്ന് പറയുന്ന ഒരു ഗ്രീനറി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇനി ഇവിടെ ഇറങ്ങിയിട്ട് വേണം ഫ്രഷ് ആവുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇറങ്ങിയിട്ട് വേണം.
ഗൈസ് ഇതാണ് നമ്മുടെ തഞ്ചാവൂർ. ദിസ് ഈസ് തഞ്ചാവൂർ. എങ്ങോട്ടേക്കാണ് പുറത്ത് പോകേണ്ടത് എന്നറിയാതെ ഞങ്ങൾ ഇരിക്കേണ്ടത്. അതൊരു ടണലിൻ്റെ ഫ്രണ്ട് അടിയിൽ നിൽക്കുന്നുണ്ട്. ഏത് വഴിക്കാണ് ഫ്രണ്ടിൽ പോകേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഓക്കെ, ഇതൊരു സ്റ്റേഷനിൽ വലിയൊരു മരട്ടോ. ഞാനിതവിടെ അധികം കാണാറില്ല. ഈ കാണുന്നതാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലുള്ള സിറ്റി. നമുക്കിനി എവിടെ പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ, എവിടെയാണെന്ന് നോക്കി പോവാം. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു എഴുതി നമ്മൾ ഇറങ്ങിയത്. ഈ കാണുന്ന ഈ ഗോപുരം പോലുള്ളതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ആ ഒരു ടെമ്പിൾ സ്റ്റൈലിൽ തന്നെയാണ് നമ്മുടെ തഞ്ചാവൂരിൻ്റെ റെയിൽവേ കേട്ടോ. എല്ലാത്തിനും വൃത്തിയോടെ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ പാലക്കാട് ഫ്രണ്ടിൽ ട്രെയിനൊക്കെ വെക്കുന്ന പോലെ തന്നെ ലൈറ്റും കാര്യങ്ങളും ചെറിയ ജസ്റ്റ് ഒരു ഗ്രീനറിയൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. ATM തൊട്ട് അപ്പുറത്ത് ഇരിക്കാനുള്ള സെറ്റപ്പ് ഫുൾ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ കടകളുണ്ട്. ഇവിടെ നമുക്ക് എവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, ലൈറ്റ് ഫുഡായിട്ട് കഴിക്കാം, ദോശയോ എന്ത് വേണമെങ്കിൽ കഴിക്കാം. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്താ ആവശ്യം കഴിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ സിറ്റി. അതുപോലെ തന്നെ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേണ്ടി ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരണ്ട. ഭക്ഷണത്തിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 2 ഇഡ്ഡലിക്ക് വരെ 30 രൂപ വേണ്ടി ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇഡ്ഡലിക്ക് സോഫ്റ്റും ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അതിലൊന്നും ഒരു കുറവൊന്നും പറയുന്നില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേണ്ടി ഫുഡിന് ഏകദേശം റേറ്റ് ഉണ്ട് കേട്ടോ. 2 ഇഡ്ഡലിക്ക് ഏകദേശം 30 രൂപ വരെയാണ്. നമ്മളിവിടെ ഫ്രണ്ടിൽ ഇറങ്ങിയത് കൊണ്ടാണോ ഈ റേറ്റ് എന്ന് എനിക്കറിയില്ല. അങ്ങോട്ട് പോകുന്നതോറും ചിലപ്പോൾ ഉണ്ടാവാം, മേ ബി ഉണ്ടാവാതിരിക്കാം. അപ്പോൾ എക്സ്പെൻസ് ശ്രദ്ധിക്കും. നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ ലോഞ്ച്, വാഷിംഗ്, കുളി, ജപം എല്ലാം ഇവിടെ ആയിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടേജ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇതാ ജസ്റ്റ് മാലയൊക്കെ ഇട്ട് ഷർട്ട് ഇട്ടു. വാച്ച് എപ്പോഴും കോമൺ. വേറെ നമുക്കിപ്പോൾ ലേഡീസിന് ഉള്ള പോലെ അങ്ങനത്തെ വേറെ പരിപാടികളൊന്നും ഇല്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ. അതിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. കുഴപ്പമില്ല. 25 രൂപയ്ക്ക് ഒരാൾക്ക് കുളിക്കാം, ബാത്റൂം യൂസ് ചെയ്യാം, ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെയാണ്. അതേപോലെ യൂറോപ്യനുണ്ട്, നോർമലുണ്ട്, രണ്ടും ഉണ്ട്. ഏതാ യൂസ് ചെയ്യാം. ഓക്കെ, സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ട് വെളിയിൽ ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡ് തന്നെയാണ് ഈ കാണുന്ന ബിൽഡിംഗ് കേട്ടോ. ഇവിടെ വന്ന് എല്ലാം സുഖമായിട്ട് നമ്മളെല്ലാം ഫ്രഷപ്പായി ട്രെയിനപ്പോയി നമുക്ക് നേരെ ബൃഹദീശ്വര ടെമ്പിളിൽ പോയി അവിടെ നിന്നടുത്ത് മ്യൂസിയം കാര്യങ്ങൾ അങ്ങനെ എല്ലാത്തിലേക്കും പോകാം. ഓക്കെ, 24/7 ആണ്. AC ഡീലക്സ്, ഇപ്പോൾ US ഡീലക്സ് ടോയ്ലറ്റ് റൂം എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ AC വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബാഗ് വെക്കുമെന്നുള്ള ഒരു ക്ലോക്ക് റൂമിലാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം 25 രൂപ ഒരു ബാഗിന് 3 ബാഗ് നമ്മൾ വെച്ചു. ഇങ്ങനെ വെച്ചതിന് ശേഷം തിരിച്ച് പോകാമെന്നുള്ളതാണ്. സൈഡിൽ കോഫി വേണ്ടത് കൊടുന്ന് കുടിക്കുക. ഇനി ഇതിൽ ഏത് വഴിക്ക് പോകേണ്ടതെന്ന് അറിയില്ല. നമുക്ക് മുമ്പോട്ട് എന്തെങ്കിലും പോകാം, അന്വേഷിക്കാം. ബസ്സിലോ ഓട്ടോയിലോ എങ്ങനെ വേണമെങ്കിലും പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ എടുക്കുന്നില്ല. ഓട്ടോ ഒക്കെ 150 100 പറയുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നടക്കാമെന്ന് വിചാരിച്ചു. നടന്നിട്ട് തന്നെ മുമ്പ് വ്ളോഗ് ചെയ്യാം, എവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ കാണാം, ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓട്ടോയിലാകുമ്പോൾ പറ്റില്ല. ഇതവിടുത്തെ എന്തോ ഒരു ബിൽഡിംഗ് ആണ്, എന്താണെന്ന് അറിയില്ല, വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്, ട്രാൻസ്ഫോമറൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇത് എന്താണെന്നറിയില്ല, ഇതൊരു സംഭവമാണ്, ഒരു കോട്ട് പോലെയൊക്കെയാണ് കണ്ടിട്ട്. ഒരു കോട്ടിൻ്റെ കളറൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം ദൈവത്തിന് അറിയാം, വായിക്കാൻ അറിയാത്തവരെ നമുക്കത് അറിയില്ല. വീട് പകർത്തുന്നത് മാത്രം. ഗൈസ്, അടുത്ത് നമ്മുടെ ഈഫൽ ടവർ പോലെ വലിയൊരു ഗോപുരം ഇവിടെ കാണുന്നുണ്ട്. എന്താണ് അതും എനിക്കറിയില്ല, അതും തമിഴറിയില്ല. അപ്പോൾ നിങ്ങൾ തന്നെ അത് വായിച്ച് മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, എങ്ങനെ നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രത്തിന് മുൻപിലെത്തിയേക്കാണ്. ഇനി ഇതിനുള്ളിലോട്ടേക്ക് പോയാലേ നമുക്ക് അതിൻ്റെ വിശിഷ്ടമായ പ്രത്യേകതകളും കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു പെരിയ കോവിൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്, കേൾക്കാനുണ്ട്, വിശ്വസിക്കാൻ പറ്റാത്ത കഥകളുണ്ട്, ഒളിഞ്ഞിരിപ്പുള്ള പല രഹസ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് കാണാം. ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇപ്പോൾ തുടക്കത്തിൽ ഓക്കെ, എൻഡിങ് ഞാനിപ്പോൾ ഇതിൻ്റെ ഫേസിൽ ഇവിടെ നിർത്തുന്നുണ്ട്. ബാക്കി അടുത്ത വീഡിയോസ് അടുത്ത ഡേ തന്നെ വരും. അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാണ്ട് കാണുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ഡീറ്റെയിൽഡ് പറയുന്നുണ്ട്. എന്താ പറയുക, നിങ്ങളുടെ സമയം പോലെ സമാധാനത്തിലിരുന്ന് കാണുക. തഞ്ചാവൂർ പോകാനുള്ളവർക്ക് എപ്പോൾ എക്സ്പ്ലോർ ചെയ്തിരിക്കരുത്, പോകണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പോട്ടെ. ടാറ്റാ, ബൈ ബൈ, സി യു.